ഹലോ, ഹൗ ആർ യു ഓൾ? ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. പക്ഷേ അതിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതിലുണ്ട്. 2-3 പോയിന്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ കഥ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഒരിടത്ത് ഒരു ലേബറർ ഉണ്ടായിരുന്നു, തൊഴിലാളി ഉണ്ടായിരുന്നു. അയാൾക്കൊരു ഡോങ്കി ഉണ്ടായിരുന്നു. അയാൾ എന്നും രാവിലെ ഈ ഡോങ്കിയും കൊണ്ട് ഒരു ഫീൽഡിൽ പോയിട്ട് മണ്ണ് വെട്ടി ആ മണ്ണ് ഡോങ്കിയുടെ പുറത്ത് വെച്ചിട്ട് ഇയാൾ മാർക്കറ്റിൽ കൊണ്ടുപോയി ആ മണ്ണ് സെല്ല് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് അയാൾ ജീവിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം പതിവ് പോലെ ഇയാൾ ഡോങ്കിയും കൊണ്ട് ഫീൽഡിൽ പോയി. അപ്പം ഇങ്ങനെ സോയിൽ ഇങ്ങനെ ഡിഗ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ഒരു നല്ല ഷൈനിങ് ആയിട്ടുള്ള ഒരു സ്റ്റോൺ കിട്ടി. പക്ഷെ ആ സ്റ്റോൺ എന്താണെന്നോ അത് എത്രത്തോളം പ്രഷ്യസ് ആണെന്നോ ഒന്നും അയാൾക്ക് അറിയില്ല. അപ്പോൾ ആ സ്റ്റോൺ കണ്ടപ്പോൾ അയാൾ ഭയങ്കര ഹാപ്പിയായി. പക്ഷെ അത് വളരെ സിമ്പിളായിട്ട് അയാൾ ആ സ്റ്റോണിനെ എടുത്ത് ഡോങ്കിയുടെ കഴുത്തയിൽ കെട്ടിക്കൊടുത്തു. എന്നിട്ട് ഒരു ദിവസം ഇയാൾ ഈ ഡോങ്കിയും കൊണ്ട് പതിവ് പോലെ ഈ മണ്ണ് സെല്ല് ചെയ്യാൻ വേണ്ടി മാർക്കറ്റിലേക്ക് പോവുമായിരുന്നു. അങ്ങനെ പോകുന്ന വഴിയിൽ ഒരു വെൽത്തി ആയിട്ടുള്ള മേർച്ചൻ്റെ ഷോപ്പിനടുത്തെത്തി. അപ്പം മേർച്ചൻ്റ് ഈ ഡോങ്കിയുടെ കഴുത്തിൽ കിടന്ന ഈ സ്റ്റോൺ നോട്ടീസ് ചെയ്തു. അന്നേരം മേർച്ചൻ്റ് പുറത്തേക്ക് വന്നിട്ട് ഇയാളോട് ചോദിച്ചു, ഈ ഡോങ്കിയുടെ കഴുത്തിൽ കിടക്കുന്ന സ്റ്റോൺ ഏതാണ്, നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പം മേർച്ചൻ്റ് അതിന് ആൻസർ പറഞ്ഞു, ഇതെനിക്ക് ഞാൻ മണ്ണ് ഡിഗ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മണ്ണിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞു. ശരി, അപ്പം അയാൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സ്റ്റോണ്. നല്ല ഷൈനിങ് ആണ്. ഇത് ഡയമണ്ട് ആണ്. അപ്പോൾ അത്രയും നല്ല ഷൈനിങ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ സ്റ്റോൺ ഇഷ്ടപ്പെട്ടിട്ട് അപ്പം മേർച്ചൻ്റ് ചോദിച്ചു, ഞാനൊരു 50 രൂപ തരാം, നിങ്ങൾ എനിക്ക് ആ സ്റ്റോണ് തരാമോ എന്ന് ചോദിച്ചു. അപ്പം ഈ ലേബറർ എന്ത് പറഞ്ഞു, പിന്നെന്താ, തരാമല്ലോ. ലേബറർ വളരെ ഹാപ്പിയായി. അപ്പം അങ്ങനെ 50 രൂപ കൊടുത്തു ഈ മേർച്ചൻ്റ് ഈ ലേബറുടെ കയ്യിൽ നിന്ന് ഈ സ്റ്റോണ് മേടിച്ചു. എന്നിട്ട് ഈ സ്റ്റോണ് കൊണ്ട് അയാളുടെ ഷോപ്പിലുള്ള വെയിങ് മെഷീൻ്റെ അവിടെ ഹാങ് ചെയ്തിട്ടു. ആ സമയത്താണ് അവിടെ ഒരു സ്വർണ്ണ വ്യാപാരി വരുന്നത്. അപ്പോൾ സ്വർണ്ണ വ്യാപാരിയുടെ പെട്ടെന്ന് ഈ ഡയമണ്ട് ആകുമ്പോൾ നല്ല ഷൈനിങ് ആയിരിക്കുമല്ലോ, അപ്പോൾ പെട്ടെന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ ഇയാൾ ഈ സ്റ്റോൺ കണ്ടിട്ട് ഈ സ്വർണ്ണ വ്യാപാരി അതിനടുത്ത് പോയി ഇങ്ങനെ നോക്കിയിട്ട്, അപ്പോൾ അയാൾക്ക് പിടികിട്ടി കാര്യം, ഇത് ഡയമണ്ട് ആണ്, അത് സ്വർണ്ണ വ്യാപാരിയാണല്ലേ. അപ്പോൾ സ്വർണ്ണ വ്യാപാരിക്ക് അറിയാം ഇത് ഡയമണ്ട് ആണ്, അത് അത്രത്തോളം പ്രഷ്യസ് ആണ് എന്നുള്ള കാര്യം അറിയാം. അപ്പം ഈ സ്വർണ്ണ വ്യാപാരി ഈ മേർച്ചന്റിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി? മേർച്ചന്റ് പറഞ്ഞു, എനിക്കൊരു ലേബർ അയാൾ മണ്ണ് ഡിഗ് ചെയ്ത സമയത്ത് ആദ്യം മണ്ണിൽ നിന്ന് കിട്ടിയതാണ്, ഞാനത് 50 രൂപയ്ക്ക് മേടിച്ചതാണെന്ന്. ശരി, ഞാൻ നിങ്ങൾക്ക് 80 രൂപ തരാം, നിങ്ങളെനിക്ക് ഈ സ്റ്റോൺ തരുമോ എന്ന് ചോദിച്ചു. അപ്പം മേർച്ചൻ്റ് പറഞ്ഞു, 80 രൂപയ്ക്ക് ഞാൻ തരില്ല, എനിക്ക് 100 രൂപ കിട്ടുവാണെങ്കിൽ ഞാൻ ഈ സ്റ്റോൺ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും സ്വർണ്ണ വ്യാപാരി ബാർഗെയിൻ ചെയ്തു, അത് പറ്റില്ല, 80 രൂപയ്ക്കാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇതിവിടെ നിന്ന് കൊണ്ടുപോകും, അതല്ലെങ്കിൽ ഞാൻ പോകുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം മേർച്ചൻ്റ് പറഞ്ഞു, ഇല്ല പറ്റില്ല, 100 രൂപയ്ക്കാണെങ്കിൽ ഞാനിത് നിങ്ങൾക്ക് സെല് ചെയ്യുന്നു. അപ്പോൾ സ്വർണ്ണ വ്യാപാരി പറഞ്ഞു, എന്നാൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് സ്വർണ്ണ വ്യാപാരി പോയി. പക്ഷേ അയാൾ പോയെങ്കിലും അയാളുടെ മനസ്സിലൊരു തോട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? പിറ്റേ ദിവസം വന്ന് ഒരു 90 റുപ്പീസ് കൊടുത്ത് ഈ സ്റ്റോൺ മേടിക്കാം എന്നുള്ള ഒരു ചിന്തയിലാണ് അയാൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് ഈവനിങ് ആയി, വൈകുന്നേരമായി. അന്നേരം വേറൊരു സ്വർണ്ണ വ്യാപാരി അവിടെ വന്നു. അത് വരാൻ കാരണം ആ വ്യാപാരിയുടെ കാർ അവിടെ വെച്ച് ബ്രേക്ക് ഡൗൺ ആയി, ഈ ഷോപ്പിൻ്റെ മുമ്പിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയി. അപ്പം അന്നേരം ഇയാൾ പുറത്തിറങ്ങി നോക്കിയപ്പം ഈ സ്റ്റോൺ അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു, ഈ സ്വർണ്ണ വ്യാപാരിയുടെ കണ്ണിൽപ്പെട്ടു. അന്നേരം ഇയാൾ മെർച്ചൻറ്റിനോട് ചോദിച്ചു, ഈ സ്റ്റോൺ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? അപ്പം മെർച്ചൻ്റ് പറഞ്ഞു, അതെനിക്ക് ഒരു ലേബർ കൊണ്ട് തന്നതാണ്, അയാൾ മണ്ണ് ഡിഗ് ചെയ്തപ്പം കിട്ടിയതാണെന്ന് പറഞ്ഞ് അയാൾ കഥ പറഞ്ഞു. അപ്പോൾ ഈ സ്വർണ്ണ വ്യാപാരി പറഞ്ഞു, അയാൾക്കും കാര്യം പിടികിട്ടിയല്ലോ, ഇത് ഡയമണ്ട് ആണ്, ഇത് പ്രഷ്യസ് ആണ് എന്നുള്ള കാര്യം മനസ്സിലായി. അയാൾ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അയാൾ പറഞ്ഞു, ഞാനൊരു 100 രൂപ തരാം, നിങ്ങൾ എനിക്ക് ആ സ്റ്റോൺ തരണമെന്ന് പറഞ്ഞു. ഈ സ്വർണ്ണ വ്യാപാരി പറഞ്ഞു. അപ്പം മെർച്ചൻ്റ് ഭയങ്കര ഹാപ്പിയായി. മെർച്ചൻ്റ് എക്സ്പെക്ട് ചെയ്യുന്നതും ആ 100 രൂപയാണല്ലോ. അപ്പോൾ മെർച്ചൻ്റ് പറഞ്ഞു, പിന്നെന്താ തരാലോ എന്ന് പറഞ്ഞിട്ട് ആ സ്വർണ്ണ വ്യാപാരിക്ക് 100 രൂപ മേടിച്ചിട്ട് ആ സ്റ്റോണ് ആ സ്വർണ്ണ വ്യാപാരിക്ക് അയാൾ മെർച്ചൻ്റ് കൊടുത്തു. അങ്ങനെ അതും കൊണ്ട് അയാൾ പോയി. പിറ്റേ ദിവസം
ഇയാൾ മറ്റേ ആദ്യം വന്ന സ്വർണ്ണ വ്യാപാരി പിറ്റേ ദിവസം ഈ ഷോപ്പിലേക്ക് വീണ്ടും വന്നു. ഇത് 90 രൂപ എടുത്ത് മേടിക്കാന്നുള്ള ചിന്തയിലാണല്ലോ ഇന്നലെ പോയത്. അപ്പോൾ അയാൾ വന്നിട്ട് മെർച്ചൻ്റ് അപ്പം നോക്കിയപ്പോൾ സ്റ്റോൺ കണ്ടില്ല. വേർ ഇസ് ദ സ്റ്റോൺ? അതിശയിച്ചു പോയി. ആ അതിശയത്തോടെ ഇയാളോട് ചോദിച്ചു, മെർച്ചൻ്റിനോട് ചോദിച്ചു, ഇവിടെ പോയി സ്റ്റോൺ എവിടെ പോയി എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അത് നിങ്ങൾ വന്നു പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വേറൊരു സ്വർണ്ണ വ്യാപാരി വന്ന് അതെനിക്ക് 100 രൂപ തന്നെ മേടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞു. ഈ സ്വർണ്ണ വ്യാപാരി ഭയങ്കര ഷോക്ക്ഡ് ആയിപ്പോയി, ഭയങ്കര നിരാശയായിപ്പോയി. അപ്പം നിരാശയും ദേഷ്യവും ഒക്കെ വന്നിട്ട് പറഞ്ഞു, വാട്ട് എ ഫൂൾ യു ആർ, എത്ര വിഡ്ഢിയാണ് നിങ്ങൾ. ആരെങ്കിലും ഇത് നിങ്ങൾക്കറിയാമോ അതിൻ്റെ വില? അതൊരു ഡയമണ്ടാണ്. ആരെങ്കിലും 100 രൂപയ്ക്ക് അത് സെല്ല് ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പം ഉടനെ മെർച്ചൻ്റ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെക്കാളും വലിയ ഫൂളാണ് താങ്കൾ. എനിക്ക് അതൊരു വെറും സ്റ്റോണായിരുന്നു, എനിക്കതിൻ്റെ മൂല്യം എന്താണെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ നിങ്ങൾക്കത് അറിയായിരുന്നു, അത് ഡയമണ്ടാണ്, അത് പ്രഷ്യസ് ആണെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു. എന്നിട്ടും നിങ്ങൾ വെറും 20 രൂപയ്ക്ക് വേണ്ടി അതിന് ബാർഗെയിൻ ചെയ്തു. അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയ അവസരം നിങ്ങൾ വെറുതെ പാഴാക്കി കളഞ്ഞു. പക്ഷെ മറ്റേ സ്വർണ്ണ വ്യാപാരി അത് ബുദ്ധിപൂർവ്വം 100 രൂപ തന്നെ അത് മേടിച്ചുകൊണ്ട് പോയി. അയാൾ ആ അവസരം ഉപയോഗിച്ചു എന്ന് ചിരിച്ച് ഒരു പരിഹാസത്തിൻ്റെ രൂപത്തിൽ മെർച്ചൻ്റ് പറഞ്ഞു. ഈ സ്വർണ്ണ വ്യാപാരി നാണയം കെട്ടുപോയി അല്ലേ. ശരിക്കും അയാൾക്ക് പറ്റിയ അമളി ആലോചിച്ചിട്ട് അയാൾക്ക് ഭയങ്കര നിരാശ തോന്നി. അയാൾ അങ്ങനെ തിരികെ പോയി. അപ്പോൾ ഈ കഥ വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റോറി ആണെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് 3 പോയിന്റ്സ് ആണ് കിട്ടുന്നത്. 3 കാര്യങ്ങൾ, 3 ലെസൺസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഫസ്റ്റ് ലെസൺ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ആവശ്യമില്ലാതെ ഒരിടത്തും ഈ തനി മലയാളത്തിൽ പറയുകയാണെങ്കിൽ കടുംപിടുത്തം പിടിക്കുക എന്ന് പറയില്ലേ, അത് ചെയ്യാൻ പാടില്ല. സ്റ്റബേൺ ആവാൻ പാടില്ല. ആവശ്യമുള്ളിടത്താകാം അല്ലേ, വേണ്ട സിറ്റുവേഷൻസിലാകാം. പക്ഷേ അനാവശ്യമായി നമ്മൾ ഈ വാശി പിടിച്ച് കടുംപിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ലൈഫിൽ ചില കാര്യങ്ങൾ നമുക്ക് മിസ്സാകും. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ മിസ്സായി പോകും. അതൊരു പാഠം. സെക്കൻഡ് തിങ് എന്താണെന്ന് വെച്ചാൽ, ഓപ്പർച്യൂണിറ്റി നെവർ വെയിറ്റ്സ് ഫോർ അസ് അല്ലേ. ഈ അവസരങ്ങൾ ഒരിക്കലും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. നമുക്ക് അവസരങ്ങൾ വരും, പക്ഷെ അത് നമ്മൾ വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. സ്വർണ്ണ വ്യാപാരിക്ക് നല്ലൊരു അവസരമായിരുന്നു അല്ലേ, പക്ഷെ അത് വാശി പിടിച്ച് ആവശ്യമില്ലാത്തൊരു വാശി, വെറും 20 രൂപയുടെ ബാർഗെയിൻ ചെയ്ത് അയാൾ അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. അവസരം വെറുതെ അയാൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അയാൾ മുമ്പിൽ ഒരു അവസരം ഉണ്ടായിരുന്നല്ലോ, ഇത്രയും വലിയ പ്രഷ്യസ് ആയിട്ടുള്ളൊരു സ്റ്റോൺ കിട്ടാനുള്ള അവസരം, പക്ഷെ അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. പക്ഷെ മറ്റു വ്യാപാരി എന്താ ചെയ്തത്? ബുദ്ധിപൂർവ്വം അത് ഹാൻഡിൽ ചെയ്തു. പിന്നെ മൂന്നാമത്തെ പാഠം എന്താണെന്ന് വെച്ചാൽ, ഇറ്റ്സ് ആൻ ഓൾഡ് സേയിങ്, ഡു യുവർ വർക്ക്, ടുമോറോസ് വർക്ക് ടുഡേ, ടുഡേസ് വർക്ക് നൗ, റൈറ്റ് നൗ. നാളത്തെ ജോലി ഇന്ന് ചെയ്യുക, ഇന്നത്തെ ജോലി ഇപ്പം ചെയ്യുക. അതൊരു പഴയ സേയിങ് ആണ്. എന്ന് വെച്ചാൽ നമ്മളൊരിക്കലും നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യരുത്. ചിലപ്പോൾ ഒരു നിമിഷത്തിൻ്റെ വ്യത്യാസത്തിലായിരിക്കും നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ്, ഒരു ദിവസം മാറ്റിവെച്ചതേ ഉള്ളൂ അല്ലേ. അന്നേരം വേറൊരു സ്വർണ്ണ വ്യാപാരി, ബുദ്ധിമാനായ ആൾ വന്ന് അത് മേടിച്ചിട്ട് പോയി. അപ്പോൾ അതാ പറയുന്നത്, ഈ 3 പാഠങ്ങളാണ് നമുക്ക് ഈ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റോറി ആണെങ്കിൽ പോലും ഈ 3 കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് നല്ലൊരു മോറലാണ്, നമ്മുടെ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളാണ്, നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്റ്റോറീസാണ് ഞാൻ കൂടുതലും നിങ്ങൾക്കായി ഞാൻ ഇടുന്നത്, വീഡിയോസായിട്ട് ഞാൻ ഇടുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അതെനിക്കൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും കൂടുതൽ സ്റ്റോറീസ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനും. ഓക്കെ, ഒരു വീഡിയോ മേക്ക് ചെയ്യുന്നതിൻ്റെ പാട് നല്ല എഫേർട്ടുണ്ട് അതിൻ്റെ പിന്നിൽ, നല്ല ഹാർഡ് വർക്കാണ് ശരിക്കും. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് ശരിക്കും ഈ പ്ലാറ്റ്ഫോമിൽ കണ്ടിന്യൂ ചെയ്തു പോകാനുള്ള നമ്മുടെ ഒരു ഇൻസ്പിറേഷൻ. അപ്പോൾ അത് നിങ്ങൾ ദയവ് ചെയ്ത് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്കൊരു ലൈക്ക് ഇട്ടത് കൊണ്ടോ കമൻറ്റ് ഇട്ടതുകൊണ്ടോ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, പക്ഷേ നിങ്ങൾക്കൊരു നഷ്ടം വരാൻ പാടില്ല, പക്ഷേ എനിക്കത് ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും. ഓക്കെ, ദിസ് ഈസ് മൈ റിക്വസ്റ്റ്. പിന്നെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതലും ഷോർട്സ് ആയിട്ട് ഇടുന്നത്. ഈ സ്റ്റോറീസും ഇടാറുണ്ട്, പക്ഷെ കൂടുതലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇടുന്നത്. അത് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, പിന്നെ വേറൊരു കാര്യം,
ഞാൻ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ഒരു അജയ് കുമാർ എന്ന് പറയുന്ന ഒരു റൈറ്ററുണ്ട്. പുള്ളിക്കാരൻ ബാലസാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ഒരാളാണ്. അദ്ദേഹവും ഞാനും ഒക്കെ ചേർന്ന് ഒരു ടീമായിട്ട് ചേർന്നിട്ട് ഒരു ചാനൽ പുതുതായിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഫസ്റ്റ് വീഡിയോ പബ്ലിഷ് ചെയ്തു. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ അതിൽ കയറി നോക്കുക. അത് കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ബുക്സും ആ ചേട്ടൻ എഴുതിയിട്ടുണ്ട്. അപ്പം അത് നിങ്ങളൊന്ന് അതും ആ ചാനലിലും ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും കുഞ്ഞു മക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. തീരെ കുഞ്ഞു കുട്ടികളെ ബേസ് ചെയ്തിട്ടുള്ള സംഭവമാണ് കേട്ടോ, ചാനലാണ്. അപ്പോൾ അതെന്തായാലും വളരെ നല്ല ക്യാപ്റ്റിവേറ്റിംഗ് പിക്ചേഴ്സൊക്കെ ആയിട്ടുള്ളതാണ്. എന്തായാലും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾ അതുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബി ഹാപ്പി, ടേക്ക് കെയർ.